നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കോഴിവില പറക്കുന്നു. ഇപ്പോൾ കോഴിയിറച്ചിക്ക് കുത്തനെ വില ഉയർന്നിരിക്കുകയാണ്. ദിവസേന ഇറച്ചിക്കോഴി വില കൂടുന്ന സാഹചര്യത്തിൽ തീൻമേശയിൽ നിന്ന് കോഴി വിഭവങ്ങൾ ഒഴിവാക്കേണ്ട സാഹചര്യത്തിലാണ് ജനങ്ങൾ. ഓരോ ദിവസവും 10 മുതൽ 15 രൂപ വരെയാണ് വില കൂടുന്നത്. ശനിയാഴ്ച 186 രൂപയായിരുന്നു കിലോയ്ക്ക് വില. കഴിഞ്ഞ മാസം 130 രൂപയുണ്ടായിരുന്നിടത്ത് നിന്നാണ് ഈ കുതിപ്പ്. 2 മാസമായി തുടർന്ന കനത്ത ചൂടിൽ ഉൽപ്പാദനം കുറഞ്ഞതാണ് പ്രധാനമായും വില വർദ്ധിക്കാൻ കാരണം. കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടായാൽ ചത്തുപോകുമെന്നതിനാൽ 10,000 കോഴികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാമിൽ 2,000 താഴെ കുഞ്ഞുങ്ങളെ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഈ മേഖലയിൽ ജോലിയെടുക്കുന്ന അതിഥി സംസ്ഥാന തൊഴിലാളികൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാത്തതും ഗ്യാസ് പെട്രോൾ വില വർധനവും കനത്ത തിരിച്ചടിക്ക് കാരണമായി. തമിഴ്നാട്ടിൽ നിന്നുമാണ് പ്രധാനമായും ജില്ലയിൽ ഇറച്ചിക്കോഴികൾ എത്തുന്നത്. എന്നാൽ ചൂട് കാരണം അവിടെയും ഉൽപ്പാദനം പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. 1,00,000 കോഴി വേണ്ടിടത്ത് 30,000 കോഴികളെയാണ് നിലവിൽ ലഭിക്കുന്നത്. എന്നാൽ ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ കോഴികളുണ്ടെങ്കിലും അവിടെ നിന്നെത്തിക്കുക എന്നത് അധിക ചിലവാണ്. മഴയും ചൂടും കുറയുകയും ചെയ്താൽ മാത്രമേ ഉൽപ്പാദനം കൂട്ടാൻ സാധിക്കൂ എന്നാണ് കർഷകർ പറയുന്നത്. ഇതോടെ ഹോട്ടലുകളിലും ചിക്കൻ വിഭവങ്ങൾ വില കൂട്ടി വിൽക്കേണ്ട സാഹചര്യമാണ്. പാചകവാതക വില വർധനവ് കാരണം ആഹാര സാധനങ്ങൾക്ക് വില കൂട്ടിയിട്ടും അധിക ദിവസമായിട്ടില്ല. അതിനിടയിൽ ഇറച്ചിയുടെ വില വർധനവ് ഹോട്ടൽ മേഖലയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഓരോ ദിവസവും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റ് ഇറച്ചികൾ വാങ്ങാമെന്ന് കരുതിയാലും കാളയിറച്ചിയായാലും പോത്തിറച്ചിയായാലും വാങ്ങാമെന്ന് പറഞ്ഞാലും അതിനും വൻ വിലയാണ്. മീൻ മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലും മീനും വലിയ വിലയാണ് ഇപ്പോൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.